സംവിധായകൻ ഹരികുമാറാണ് ഇന്ന് റീൽ ആൻഡ് റിയലിൽ. ശ്രീ ഹരികുമാർ തൻ്റെ സിനിമാ ജീവിതം, സിനിമാ സംവിധാനം ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 25 വർഷം പൂർത്തിയാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. 1981 ആമ്പൽപ്പൂവ് എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് ശ്രീ ഹരികുമാർ ഈ രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹം എൻജിനീയറായിരുന്നു ഗവൺമെൻറ് സർവീസിൽ. ആമ്പൽപ്പൂവിന് ശേഷം 14ഓളം സിനിമകൾ അദ്ദേഹം പൂർത്തിയാക്കി. ഇന്ന് MT വാസുദേവനായരെക്കുറിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ഡോക്യുമെൻ്ററി ചെയ്യുന്നു. ഏറ്റവും ഒടുവിലത്തെ വിശേഷം അതാണ്. ഹരികുമാർ, എന്താണ് MTയോട് ഇത്ര സ്നേഹം? ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സുഹൃതം അദ്ദേഹത്തിൻ്റെ കഥയാണ്. അത് വളരെ പ്രശസ്തമായി താങ്കളുടെ സിനിമ, ഏറ്റവും പ്രശസ്തമായ സിനിമ എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധയാകർഷിച്ചു. MTയെക്കുറിച്ച് നേരത്തെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു, ഇപ്പോൾ ഇതാ വീണ്ടും. ഈ ബന്ധത്തിൻ്റെ രഹസ്യം എന്താണ്? എനിക്ക് അദ്ദേഹത്തോടുള്ള ഈ താല്പര്യം എന്നതിനപ്പുറം അദ്ദേഹത്തിന് എന്നോടുണ്ടാകണം. അല്ലെങ്കിൽ ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി അവരൊരു ഡോക്യുമെൻ്ററി ചെയ്യാൻ പലരുടെയും പേര് സജസ്റ്റ് ചെയ്തപ്പോൾ MT പറഞ്ഞത് എൻ്റെ പേരാണ്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്നോട് താല്പര്യം ഉണ്ടായിരിക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ എത്രയോ വേറെ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് കൂടെ എനിക്കുള്ളതുപോലെ ബഹുമാനം, ആരാധന, താല്പര്യം, അതുപോലെ അദ്ദേഹത്തിന് എന്നോട് ഒരുതരം വാത്സല്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. MTയോടുള്ള ആരാധന എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണോ, ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്കാണോ? എഴുത്തുകാരൻ എന്ന നിലയിലാണ്. അത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയത്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യമായി വായിക്കുന്ന നോവൽ കാലമാണ്. പിന്നീടാണ് കാലം വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പുറകിലേക്കുള്ള മറ്റ് നോവലുകളിലേക്ക് പോകുന്നത്. വായനയുടെ ഒരു ഘട്ടത്തിൽ എൻ്റെ 14ാമത്തെ വയസ്സിലോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു, 15ാമത്തെ വയസ്സിലാണ് കാലം വായിക്കാൻ. ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ സുഹൃതം വളരെ മാനസികമായിട്ട് തൃപ്തി തന്ന ഒരു സിനിമയാണെന്ന് പറയാം, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും മാനസികമായി തൃപ്തി തന്നു എന്നതിനപ്പുറം എനിക്ക് ഒരു ഒട്ടേറെ അംഗീകാരങ്ങൾ കിട്ടി. ഇപ്പോഴും ആ പടം പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പം 13 വർഷം കഴിഞ്ഞിരിക്കും, 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഈ പുതിയ തലമുറ പോലും, ഇപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഈ പടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു 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 വായനക്കാരൻ, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ ഒരു വാരികയിൽ എഴുതിയിരുന്നത്, ഇപ്പം റീസെൻ്റായിട്ട് ഈ 12 വർഷത്തിന് ശേഷം അയാൾ എഴുതിയിരുന്നത്, അയാളത് 7 പ്രാവശ്യം ആ സിനിമ തിയേറ്ററിൽ കണ്ടു. അയാൾ കണ്ട ഏറ്റവും മികച്ച 10 ചിത്രങ്ങളിൽ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞ് എഴുതിയിരുന്നത്. ഒരു സ്വാഭാവികമായിട്ടും നോക്കി ഒരു വാഴവട്ടക്കാലത്തിന് ശേഷം ആ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുന്നത് തന്നെ, എന്ന് കേൾക്കുന്നത് തന്നെ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഒരു വളരെയധികം സംതൃപ്തി തരുന്നതാണ്. യഥാർത്ഥത്തിൽ ആമ്പൽപ്പൂവ് എന്ന സിനിമയാണ് താങ്കൾ ഈ രംഗത്തേക്ക് വരാൻ കാരണമായത്. ആമ്പൽപ്പൂവ് എന്ന കഥ നിശ്ചയിക്കുന്നതിന് പിന്നിലുള്ള എന്താണ് അതിൻ്റെ ആ ജീവിത സാഹചര്യം എന്തായിരുന്നു? ഈ കാരണം ആമ്പൽപ്പൂവല്ല ഞാൻ സിനിമയിലേക്ക് വരാൻ കാരണം. എൻ്റെ ആദ്യ ചിത്രം ആമ്പൽപ്പൂവായതാണ്. അതിനു മുമ്പ് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഈ ആദ്യമായി ഒരു സിനിമ ചെയ്യാൻ ആലോചിക്കുമ്പം അത് ഒരു സ്ഥിരം പാറ്റേണിൽ നിന്ന് മാറി ഉള്ള ഒരു സിനിമയായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് ഞാനൊക്കെ വരുന്ന 80കളുടെ ആദ്യം എന്ന് പറയുന്നത് ഇവിടെ ഈ നമ്മൾ ഈ സോക്കാർഡ് സമാന്തര സിനിമ അല്ലെങ്കിൽ ആർട്ട് സിനിമ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അതിൻ്റെ ഒരു നല്ല കാലമാണ്. പക്ഷെ അതിൽ നിന്ന് മാറിയൊരു സിനിമ സങ്കല്പമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് കാരണം അന്ന് ഈ 80കളുടെ ഈ പറഞ്ഞ സിനിമകളൊക്കെ ഉച്ചപ്പടം എന്നൊക്കെ പേരിലൊക്കെയാണ്, പ്രാതിനിധ്യമില്ല. അപ്പോൾ അങ്ങനെ കലാപരമായ ഒരു മേന്മ ചോർന്നു പോകാതെ തന്നെ ആ സിനിമ പ്രേക്ഷകനിൽ എത്തണം എന്നൊരാഗ്രഹം. പ്രേക്ഷകനിലെത്തിയോ പ്രോപ്പറായിട്ട്? ആമ്പൽപ്പൂ അങ്ങനെ ഉദ്ദേശിച്ച രീതിയിൽ പ്രേക്ഷകരിലെത്തില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് അത് തിയേറ്ററിലെത്തുന്നത്. ഒരു തുടക്കക്കാരുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. കാരണം ഇന്നത്തെ ഒരു സാഹചര്യമല്ല ഒരു പുതിയൊരാളിന് സിനിമയിലേക്ക് കടന്നു വരാൻ ഇന്നിപ്പോൾ ഉള്ള ഒരു സാഹചര്യമല്ല 80കളുടെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ആമ്പൽപ്പൂവ് എന്ന പേര് സ്വീകരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതൊരു ഒരു വിശുദ്ധിയെ പ്രതിനിധീകരിക്കുന്ന പേരാണല്ലോ. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ആ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതൊരു ഒരു കാബറെ നർത്തകിയുടെ ജീവിതമാണ്. അത് തന്നെയായിരുന്നു ആ പടത്തിൻ്റെ പ്രത്യേകത. ഒരു കാബറെ നർത്തകിയുടെ ജീവിതം, അവരുടെ ഈ മേനി അഴക് ഒരു സിനിമയിൽ ഈ സെല്ലോഡിൽ അധികം ഒട്ടും തന്നെ കാട്ടാതെ തന്നെ അവരുടെ ഒരു മനസ്സിലേക്ക് കടന്നു ചെല്ലാനുള്ള ശ്രമം. അപ്പോൾ ആമ്പൽപ്പൂ എന്ന് പറയുമ്പോൾ ആമ്പൽപ്പൂ എങ്ങനെ പകലുറങ്ങുകയും രാത്രി വിരിയുകയും ചെയ്യും.
ക്യാബറ നർത്തകരുടെ ജീവിതവും അങ്ങനെയല്ലേ. രാത്രിയിലാണ് അവരുടെ വിടർന്ന് ഈ ഇത് നിൽക്കുന്നത്. പകരം അവരുടെ കൂടുകളിൽ അവർ ഒതുങ്ങിക്കൂടിയാണ്. താങ്കൾ കണ്ടെത്തിയ അത്തരം ജീവിത സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് 80കളും കടന്നിന്ന് പുതിയ കാലഘട്ടത്തിൽ പുതിയ നൂറ്റാണ്ടിൻ്റെ 2007 എത്തി നിൽക്കുമ്പോൾ എന്ത് വ്യത്യാസം വന്നിരിക്കുന്നു സമൂഹത്തിൽ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു നമുക്ക് പറയുന്നില്ല, നമ്മുടെ സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അങ്ങനെയുള്ള ഒരു ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്തറിയാനുള്ള ഒരു ശ്രമം നമ്മുടെ എനിക്ക് തോന്നിയിരുന്നു നമ്മുടെ ചലച്ചിത്രകാരന്മാർക്കും ഇല്ല, അത് പ്രേക്ഷകനും അതിനോടൊട്ട് അങ്ങനെ ഒരു താല്പര്യവും ഇല്ല, കുറഞ്ഞു വരും. പ്രേക്ഷകൻ എങ്ങനെ മാറിയിരിക്കുന്നു? താങ്കൾ കാണുന്ന പുതിയ പ്രേക്ഷകൻ എങ്ങനെയാണ് 80കളിലെ പ്രേക്ഷകൻ നിന്ന് വ്യത്യസ്തമായിട്ട്? തീർച്ചയായിട്ടും അന്നുള്ള ഒരു കാമ്പുള്ള ഒരു വളരെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ സിനിമ പറഞ്ഞാൽ അത് അവൻ്റെ മനസ്സിൽ അതിൻ്റെ ഒരു ദൃശ്യങ്ങളും അതിൻ്റെ എല്ലാം അവനെ സ്പർശിക്കുന്ന ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് ഭരതനെയും പത്മരാജനെയും ജോർജിനെയും പോലെയൊക്കെ ഉള്ള ഫിലിം മേക്കേഴ്സിന് ടീം നിലനിൽക്കുന്നത്. പക്ഷേ ഇന്ന് മനുഷ്യന് കഥ വേണ്ട എന്നാണോ, അല്ലെങ്കിൽ ഇന്ന് ഏത് തരത്തിലുള്ള ജീവിത ബന്ധങ്ങളാണ് ഇന്നത്തെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്? അത് താങ്കൾക്ക് എത്രത്തോളം അത് കൊടുക്കാൻ കഴിയുന്നുണ്ട്? അല്ലെ, ജീവിത ബന്ധങ്ങൾക്ക് മാറ്റം വന്നോ എന്ന് എനിക്കറിയില്ല. മാറ്റം വന്നിരിക്കും, അറിയില്ല. പക്ഷേ അതിനിടയിലും ഈ നമ്മൾ പറയില്ല, ഈ ഓട്ടപ്പാച്ചിൽ ഇപ്പോഴത്തെ പുതിയ ഒരു നൂറ്റാണ്ടുകൾ എന്നൊക്കെ പറയുന്നത് ഒരു ഓട്ടപ്പാച്ചിലിൻ്റെയാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളതാണ്. അത് എപ്പോഴും ജീവിതം ആഘോഷിക്കാനുള്ളത് തന്നെ. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇന്ന് ഈ മൊമെൻറ്റ് നമുക്ക് എങ്ങനെ എൻജോയ് ചെയ്യാം, ഈ മൊമെൻറ്റിലേക്ക് ഞാൻ എന്നിലേക്ക് എന്തെല്ലാം കൊണ്ടുവരാം എന്നുള്ള ഒരു ചുറ്റുപാടിലാണ്. അത് നമ്മൾ ആരെയും കുറ്റം പറയണ്ട. അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഈ നമ്മുടെ ചുറ്റുപാടുകളിൽ വന്ന വ്യത്യാസം ശരിക്കും ഇപ്പോൾ എൻ്റെയോ ബ്രാഹ്മണത്തിൻ്റെ കൺമുമ്പിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മളിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അത്ഭുതത്തോടെ ആയിരിക്കും തീർച്ചയായിട്ടും നോക്കുന്നത്. അതെങ്ങനെ ഇങ്ങനെ കടന്നു പോയി എന്നുള്ളത് നമ്മൾ അറിയുന്നു. ഹരികുമാറിനെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും അലോസരപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ചേഞ്ച് എന്താണ് ചുറ്റും കാണുന്നത്? നമ്മുടെ ശരിക്കും എനിക്ക് എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ തലമുറ ഈ വായനയിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഞാൻ ഒരു സാഹിത്യത്തോടുള്ള ആഭിമുഖ്യത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. ഇപ്പോഴും വായന എന്ന് പറയുന്നത് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പം പണ്ടത്തെ പോലെ നമുക്ക് ഓടി നടന്ന് കിട്ടുന്നതൊക്കെ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം വളരെ സെലക്ട് ചെയ്ത് വായിക്കേണ്ട പുസ്തകങ്ങളോ മറ്റോ മാസികകളോ അത് മാറ്റി വെച്ചിട്ട് അപ്പോൾ സമയമില്ലെങ്കിൽ പോലും പിന്നീട് സമയം ഉണ്ടാക്കിയത് വായിക്കാറ്. പലപ്പോഴും പല പീരിയോഡിക്കൽസ് പോലും നമ്മൾ പെൻഡിങ്ങിൽ വെച്ച് പിന്നീടാണ് വായിക്കുന്നത്. ഈ നമ്മളും ജീവിതത്തിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ആ തിരക്കിനിടയിൽ അല്ലെങ്കിൽ തന്നെ ഈ യാത്രക്കിടയിലൊക്കെ ഒന്നുപോലും നമുക്ക് കഴിയുന്നതും വിടാറില്ല. എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ പോലും ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ പോലും ഞാനത് തേടിപ്പിടിച്ച് വായിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വായനയുടെ എൻ്റെ കുട്ടികൾക്ക് പോലും ആ വായനയോട് താല്പര്യമില്ല. എനിക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ലൈബ്രറി പുസ്തകങ്ങളുടെ ഒരു ശേഖരം ഉള്ള ഒരാളാണ്. പക്ഷെ അത് എനിക്ക് എൻ്റെ 2 കുട്ടികളുണ്ട്. അവരപോലും അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് എനിക്കുള്ളിൽ എനിക്ക് ഭയങ്കര വേദനയുണ്ട്. കാരണം എൻ്റെ 15-16 വയസ്സുള്ളപ്പോൾ ഞാൻ 8 കിലോമീറ്റർ നടന്നുപോയി വായനശാലയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിച്ച ആളാണ്. ആ വ്യക്തിയുടെ വീട്ടിൽ അത്യാവശ്യം ഒരു പുതിയ തലമുറയ്ക്ക് വേണമെങ്കിൽ വായിക്കാം, സാഹിത്യ താല്പര്യമുള്ള ഒരാളിന് വായിക്കാമെന്നുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് ഒട്ടും ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പം അത് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എനിക്ക് വേദന ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് എൻ്റെ കുട്ടികളുടെ മാത്രം ഇതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. നമ്മുടെ കാലഘട്ടം അങ്ങനെയാണ്. ഈ പുസ്തകങ്ങളൊക്കെ ഒരുപാട് വിറ്റുപോകുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ വായന ഒരു പണ്ടത്തെ ഒരു ന്യൂനപക്ഷത്തിൽ ഒതുങ്ങുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരത്തെ വിഷാദത്തിൻ്റെ സ്പർശം ഏതാണ്ട് എല്ലാ കഥാപാത്രങ്ങളെയും പിന്തുടരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒറ്റപ്പെടിയിൽ മനുഷ്യൻ ഏകാഗിയാണെന്നുള്ള തോന്നിപ്പിക്കുന്ന വ്യക്തമാക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ശരിയാണോ? നിരീക്ഷണം ശരിയായിരിക്കും. എൻ്റെ ഉള്ളിനുള്ളിൽ ഈ ബഹളങ്ങൾക്കിടയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഏകാഗിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലമൊക്കെ അങ്ങനെ എൻ്റെ ബാല്യം, കൗമാരം, യൗവനം ഒക്കെ അങ്ങനെയാണ് കടന്നു പോയിട്ടുള്ളത്. എന്താണ് യൗവനത്തിലെ ഈ ഏകാഗിത എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൻ്റെ അന്നത്തെ യുവാക്കളുടെ ഒരു പൊതു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെ ഹരികുമാറിൽ സംഭവിച്ചതാണോ? വ്യക്തിയനുഭവങ്ങളിൽ നിന്നുണ്ടായി? മനഃപൂർവ്വമല്ല, അങ്ങനെ ഒരു ജീവിത ചുറ്റുപാടിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം. അത് അങ്ങനെ
കാരണം അങ്ങനെ ഒരു ഏകാകി ഒളിച്ചോടേണ്ട ഒരു, കാരണം 20 വയസ്സ് 21 വയസ്സുള്ളപ്പം സർക്കാർ സർവീസിൽ ഉദ്യോഗസ്ഥനായാണ്. ഈ 21ാമത്തെ വയസ്സിൽ സിനിമ ഉള്ളിൻ്റെ ഉള്ളിൽ ആവേശമായി സൂക്ഷിക്കുമ്പോഴും ഈ സർക്കാർ ഓഫീസിൽ ഉദ്യോഗസ്ഥനാകാൻ ഞാൻ നിർബന്ധിതനാണ്. അതെൻ്റെ ജീവിത ചുറ്റുപാടാണ്. അത് തന്നെ എന്നിൽ ഇപ്പം എൻ്റെ കൂടെ ഓരോ ആഗ്രഹിച്ചവരൊക്കെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല എനിക്കുണ്ടായിരുന്നു. ഹരികുമാർ ചെയ്ത സിനിമകളിലെ ഹരികുമാറിൻ്റെ ജീവിത സങ്കല്പങ്ങളുമായിട്ട് ഒത്തുപോകുന്ന താങ്കളുടെ ആത്മാംശം ഏറെക്കുറെ പ്രതിഫലിക്കുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ആത്മാംശം പൂർണ്ണമായും എന്ന് പറയാൻ പറ്റില്ല. മിക്ക പല കഥാപാത്രങ്ങളിലും ഉണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ നേരിട്ട് അനുഭവമുള്ള, അല്ലെങ്കിൽ നേരിട്ട് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് അടുത്തറിയുന്നവരുടെ അങ്ങനെയുള്ള ജീവിതം. ഇത് എൻ്റെ ജീവിതവുമായിട്ട് കുറേയൊക്കെ ബന്ധം കുറച്ച് കൂടുതലുണ്ടായ ഒരു കഥാപാത്രം ഒരു സ്വകാര്യത്തിലാണ്. ഒരു സ്വകാര്യത്തിലെ പത്രാധിപർ എന്ന് പറയുന്നത് വേണു നാഗുള്ളി ചെയ്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ചിത്രങ്ങളിലൊന്നാണ് ഒരു സ്വകാര്യം. അത് പക്ഷേ അതെന്തുകൊണ്ട് വന്ന് അധികം ഒരു ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു സിനിമയാണ്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന സിനിമയെന്ന നിലയിലും അതിൻ്റെ ഒരു ജീവിത വീക്ഷണത്തിലുമൊക്കെ അതൊരു വ്യത്യസ്ത പുലർത്തുന്ന സിനിമയാണ്. ഈ സമൂഹം പെട്ടെന്ന് മാറുന്നു, ദ്രുതഗതിയിൽ ഓട്ടപ്പാച്ചിൽ സംഭവിക്കുന്നു. ഹരികുമാറിനെ പോലെയുള്ള ഒരാൾ ഓട്ടപ്പാച്ചിലിൽ ഈ വേഗത്തിൽ ഇതിനെയൊക്കെ സ്വാംശീകരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാണോ, അതോ ഇതിനോട് കലഹിക്കുകയാണോ? ഇല്ല, ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. കാരണം ഞാൻ അതിന് ബാധ്യസ്ഥനാണ്. ഇതിൽ നിന്ന് ഞാൻ കലഹിച്ച് മാറി നിന്നിട്ടില്ല. അത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന ജീവിത ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ രീതികളോ അല്ല എന്നുള്ളത്. ഞാനും അതുകൊണ്ട് പൊരുത്തപ്പെടാൻ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ്. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ഞാൻ കലഹിച്ച് ഞാൻ മാറി മാറി ഉൾവലിയേണ്ടി വരും. ഈ മീഡിയം ശരിക്കും താങ്കളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ സംഘർഷങ്ങൾ, വിഷാദങ്ങൾ, വാശി അല്ലെങ്കിൽ പ്രതിരോധം, ഇങ്ങനെയുള്ള സമസ്ത ജീവിതാനുഭവങ്ങളെയും വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ ഈ സിനിമ എന്ന് പറയുന്ന മീഡിയം പറ്റിയത് തന്നെയാണോ? ഇത് തന്നെയാണോ പറ്റിയത്? തീർച്ചയായിട്ടും ഇത് എനിക്ക് പൂർണ്ണമായും അതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനൊരു ഇതല്ല. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് എൻ്റെ മീഡിയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് മീഡിയമായി തിരഞ്ഞെടുക്കുമ്പം ഒരു എൻ്റെ പ്രധാന മീഡിയമായി തിരഞ്ഞെടുക്കുമ്പോൾ പോലും എഴുത്ത് എന്ന് പറയുന്നത് ഞാൻ മാറ്റിവെച്ചിട്ടില്ല. എനിക്ക് പണ്ട് ഞാൻ കുറേ കഥകളൊക്കെ എഴുതുന്നു. വീണ്ടും എഴുത്തിലേക്ക് വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് മീഡിയമാണ്. ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു സംഘർഷം എന്ന് പറയുന്നത് ഒരു എഴുത്തിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. സിനിമയുടെ എഴുത്തിനെ ചിലപ്പം അത് ഇതായിരിക്കും. അതിനപ്പുറമുള്ള ആഴത്തിലുള്ള ഒരു സാഹിത്യത്തിലേക്ക് കടന്നു ചെല്ലാൻ ഇതിൻ്റെ സംഘർഷം ഒരു തടസ്സമായിരിക്കും എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്കളുടെ റോൾ മോഡൽ ആരാണ്? ഈ എഴുത്തിലായാലും അല്ലെങ്കിൽ സിനിമയിലായാലും അങ്ങനെ സംയുക്തമായിട്ട് ഒരു റോൾ മോഡലിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇല്ല, എനിക്ക് പറയാൻ പറ്റില്ല. താങ്കളെ സ്വാധീനിച്ച ആളുകൾ ആരൊക്കെയാണ് ഈ തരത്തിൽ സിനിമയിൽ സ്വാധീനിച്ച ആളുകൾ? സിനിമയിൽ ഞാൻ അങ്ങനെ ഒരു ഈ പറയുന്ന ഒരു കൺവെൻഷണൽ സിനിമ പഠിച്ച് വന്ന ഒരാളല്ല. കൂടുതലും ഞാൻ ഒരു നോക്കിക്കണ്ട് സിനിമ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു മാതൃകയില്ല. മാതൃക ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആളുകളുടെ മലയാളത്തിൽ അത് മാറി വന്നുകൊണ്ടിരുന്നു. സിനിമയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ആദ്യകാലം സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പം വിൻസെൻ്റ് മാഷും, മലയാളത്തിൽ വിൻസെൻ്റ് മാഷും സേതുമാധവൻ സാറൊക്കെ എനിക്ക് മാതൃക. ഓക്കെ, മാതൃക ഒരുപാട് രൂപങ്ങൾ ഉണ്ടാവാം. അതിന് ഒരിക്കലും മാതൃകയാക്കരുത് എന്ന് ആഗ്രഹിച്ചത് ആരെയാണ്? അങ്ങനെ മനഃപൂർവ്വം ഞാൻ എൻ്റെ ഒരു രീതി ഉണ്ടാക്കണം എന്നായിരുന്നു ആദ്യ സിനിമയിൽ വരുമ്പോൾ ആദ്യമേ ഈ സ്ഥിരം ഈ പറയുന്ന കൺവെൻഷണൽ ഇതിൽ നിന്ന് മാറി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമം എങ്കിലും നടത്തി നോക്കണം. ഒരു കഥാപാത്രം താങ്കൾ സൃഷ്ടിച്ച സിനിമയിലെ ആയാലും അല്ലെങ്കിൽ വേറൊരു സിനിമയിലെ ആയാലും ഒരു കഥാപാത്രം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കണമെങ്കിൽ സംവിധായകൻ, സൃഷ്ടാവ് എന്നുള്ള നിലയ്ക്ക് താങ്കൾ ആ കഥാപാത്രത്തിനെ കാണുന്ന മഹത്വം എന്താണ്? അല്ലെങ്കിൽ എങ്ങനെയായാൽ ആ കഥാപാത്രം മായുകയില്ല? തീർച്ചയായിട്ടും എനിക്ക് ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയുകയും, ഇപ്പം വേറൊരാളാണ് എഴുതുന്നത്. ഇപ്പം സുഹൃതം എന്ന് പറഞ്ഞ സിനിമ MT വാസുദേവൻ നായർ എഴുതിയ സുഹൃതം എന്ന് പറഞ്ഞ സിനിമയിലെ രവിശങ്കർ എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലണം. എന്നാൽ അങ്ങനെ ഇറങ്ങിച്ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഈ ആഴങ്ങളിലേക്ക് പോയാൽ അയാളെ മനസ്സിൽ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം ആദ്യം.
ഹരികുമാർ രവിശങ്കറിൻ്റെ ഏതൊക്കെ അംശങ്ങളിൽ ഒരു സാദൃശ്യം കണ്ടെത്തി, ഒരു ആത്മാംശത്തിൻ്റെ ഒരു സ്പർശം? ഇല്ല, എൻ്റെ ആത്മാംശമല്ല, ഒരു 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 ഈ നമ്മുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉള്ള ഏതൊരു യുവാവിനും സംഭവിക്കാവുന്ന ഒരു ജീവിതാനുഭവവും ജീവിത ദുരന്തമാണ് രവിശങ്കർ ഉണ്ടായതെന്ന് ആദ്യമേ ഞാൻ ഈ സ്ക്രിപ്റ്റ്, ഈ കഥയുടെ ഒരു അംശം പറയുമ്പം തന്നെ ഞാനത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ത്രെഡ് ആദ്യം ഒരു 3-4 വരിയിൽ അദ്ദേഹം ഇത് പറയുമ്പം തന്നെ ഇത് മതി എന്ന് ഞാൻ തീരുമാനിക്കുക. കാരണം ആ ഒരു മാനസികാവസ്ഥ ഈ നമുക്ക് പറയുന്ന ഇപ്പോഴത്തെ ഈ ഓട്ടപ്പാച്ചിൽ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ഇടയിൽ പോലും ഒരു നിമിഷം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ രവിശങ്കറിലേക്ക് കടന്നു പോകുന്ന ഒരു മനസ്സ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ താങ്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് ഈ കഥാപാത്രത്തെ അനുസ്മരിക്കുന്നത് പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമല്ല. നമ്മുടെ ഈ ഇതിൻ്റെ ഇടയിലൊക്കെ വളരെ നിസ്സാരമായി നമ്മുടെ തൊട്ടടുത്ത് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കുന്നത് നരേന്ദ്രപ്രസാദ് സാറിനെ. ഈ സുഹൃത്തും സിനിമയുമായിട്ടുള്ള ബന്ധമല്ല, അദ്ദേഹത്തിന് സാഹിത്യമായിട്ടും അദ്ദേഹം ഇവിടെ കോളേജിൽ അധ്യാപകനായിട്ട് വരുന്ന കാലം മുതൽക്ക് എനിക്ക് അടുത്തറിയാവുന്നതാണ്. ഈ ഒരിക്കലും ഈ സുഹൃത്തിൻ്റെ ഡബ്ബിങ്ങിന് മദ്രാസിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എൻ്റെ മുറിയിൽ കൂടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അന്ന് ഡബ്ബിങ് കഴിഞ്ഞ് വന്നിട്ട് രാത്രി വെളുക്കുന്നത് വരെ ഉറങ്ങാതിരുന്ന അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. പലതും നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇതൊക്കെ അപ്പോഴൊക്കെ ജീവിതത്തിൻ്റെ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് ഈ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് പോലും അദ്ദേഹം മനസ്സിൽ പ്ലാൻ ചെയ്തില്ല. വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് ഹരികുമാർ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഈ മുൻകൂട്ടി അങ്ങനെ പ്ലാൻ ചെയ്താൽ ഈ നമുക്ക് പറയില്ലേ, നമ്മുടെ ഈ പലരുടെയും നമ്മൾ പ്ലാൻ ചെയ്തവരുടെയൊക്കെ ജീവിതം. ഞാനിപ്പം പ്രസാദ് സാറിൻ്റെ കാര്യം പറഞ്ഞത് നമുക്ക് അത്രയും ഒരു ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത്. താങ്കൾ എന്താണ് പ്ലാൻ ചെയ്യാറുള്ളത്? ജീവിതമാണോ, സിനിമയാണോ, എഴുതുന്ന കാര്യമാണോ, എന്തെങ്കിലും പ്ലാൻ ചെയ്യാറുണ്ടോ? അല്ല, അങ്ങനെ ഒരു പൂർണ്ണമായും പ്ലാൻ ചെയ്ത് അങ്ങനെ കണക്കുകൂട്ടി ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ പറയുന്ന സിനിമയെന്നൊക്കെ പറയുന്ന ഇപ്പം ഈ 14 സിനിമയിൽ അല്ലെങ്കിൽ 4-5 ഡോക്യുമെൻ്ററിയിൽ അല്ലെങ്കിൽ 3-4 ഷോർട്ട് ഫിലിമിൽ മാത്രം ഈ 25 വർഷം കൊണ്ട് ഒതുങ്ങി. അതിനപ്പുറത്തേക്ക് എനിക്ക് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്ത്. കാരണം ഒരു ലക്ഷ്യം, ഒരു സിനിമ ഇപ്പം സുഹൃതം എന്ന സിനിമ തിയേറ്ററിലെത്താനായിട്ട് അദ്ദേഹത്തിന് ഏതാണ്ട് 3 വർഷത്തോളം അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കൽ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളുമായി പോയി. സാധാരണ ഒരു ഫിലിം മേക്കർ അത്രയും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 3 വർഷത്തിനിടയിൽ ഇതിൽ നിന്നും വേറിട്ട് പോയിട്ട് വേറെ 2-3 സിനിമ വേറെ ചെയ്യാൻ പറ്റും. അതിന് തയ്യാറായില്ല എന്നുള്ള അതിപ്പോൾ അത് ഈ പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ രീതി അതാണ്. താങ്കളുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഇത് വളരെ ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് ജീവിതത്തെ നോക്കിക്കാണുന്ന ആളാണ്? ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. ഈ ലോകം വളരെ നന്നായി മാറുമെന്നും വലിയ കാതലായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും മനുഷ്യർക്ക് കുറച്ചുകൂടി സുന്ദരമായ ഒരു ലോകം സംജാതമാകുമെന്നും അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണ അല്ല, ശരിക്കുള്ള ധാരണ രണ്ടും? അങ്ങനെ ധാരണ ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് വെറുതെ ആലോചിച്ചു, അടുത്ത 50 വർഷത്തിന് ശേഷമുള്ള ഈ ലോകം അല്ലെങ്കിൽ ഈ സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ, ഈ തിരുവനന്തപുരം എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ ഞാനുണ്ടാകില്ലല്ലോ എന്ന് വെറുതെ ആലോചിച്ചു. അങ്ങനെ സങ്കല്പിച്ചോ? 50 വർഷത്തിന് ശേഷമുള്ള മലയാള സിനിമയുടെ ഒരു മുഖം എന്തായേക്കാം എന്ന് എപ്പോഴെങ്കിലും തോന്നി? എന്തായേക്കാം എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ കാണാൻ ഞാനില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. ഈ അടുത്ത കാലത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഈ തോന്നാൻ കാരണം കഴിഞ്ഞ 25 വർഷം എത്ര പെട്ടെന്ന് കടന്നുപോയി എന്നുള്ളതാണ്. ഞാൻ സിനിമയിൽ എൻ്റെ ആദ്യ സിനിമ വന്നിട്ട് 25 വർഷം എന്ന് പറയുമ്പം മറ്റുള്ളവർക്ക് തോന്നും പോലെ തന്നെ ഇത് അല്പം 25 വർഷമായോ എന്ന് എന്നോട് സ്വയം ഞാനും ചോദിക്കാറ്. 25 വർഷം മുമ്പ് ആമ്പൽപ്പൂവിലേക്ക് വരാം. ആമ്പൽപ്പൂവ് ആദ്യം ചിത്രീകരിച്ച സംവിധായകൻ്റെ റോളിൽ താങ്കൾ ആദ്യമായി നിന്നത് എവിടെയാണ്? ഈ കേരളത്തിലെ ഏത് സ്ഥലത്താണ്? തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. എനിക്കിപ്പോഴും ഓർമ്മ. ട്രോളിയിലിട്ടിട്ട് PK വേണുക്കുട്ടൻ നായർ സാറും അതിൽ അഭിനയിച്ച രൂപ എന്ന് പറയുന്ന നായികയും കൂടെ സംസാരിച്ചിട്ട് നടന്നു വരുന്ന ട്രോളിയിൽ ഇട്ടിട്ട് എടുക്കുകയായിരുന്നു. അതായിരുന്നു അന്ന് ഈ മസ്കറ്റ് ഹോട്ടലിൻ്റെ മുൻവശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതുപോലെ അല്ല. അതെ. താങ്കളുടെ സങ്കല്പത്തിലുള്ള ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടോ? താങ്കളുടേതായി വന്നിട്ടുണ്ടോ? സങ്കല്പം എന്ന് പറയുന്നത് അതിന് മാറ്റങ്ങളില്ലേ. സങ്കല്പം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയുടെ സങ്കല്പം തന്നെ കാലത്തിനനുസരിച്ച് മാറില്ലേ. അപ്പം അങ്ങനെ സംതൃപ്തിയോ അങ്ങനെ വേണമെങ്കിൽ അതിന് അങ്ങനെ ഒരു പൂർണ്ണമായും ഒരു സിനിമയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല.
അതല്ല കലാകാരന്മാർക്ക് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓരോന്ന് കഴിയുമ്പോഴും ഒരു വീണ്ടും പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം. അതെ, അങ്ങനെ പരിപൂർണതയ്ക്ക് വേണ്ടിയാണോ എന്നറിയില്ല. ഒരു സിനിമ ചെയ്യുമ്പോഴും നമുക്ക് ഇതിലും നന്നാക്കാമായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഈ ഒരു ഷോട്ടും കൂടെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് അത് തീർച്ചയായിട്ടും അത് പിന്നെ ഈ ചെയ്യുക എന്നുള്ളത് ഒരു സിനിമ കഴിഞ്ഞാൽ അതിനെ വിടുക എന്നുള്ളത്. പക്ഷെ വിടാൻ പറ്റില്ല. ഒരു മേക്കറെ സംബന്ധിച്ചിടത്തോളം അത് എവിടെ നമ്മൾ വീണ്ടും ഒരു ടി വിയിൽ കാണുകയോ അല്ലെങ്കിൽ ഒരു കാസറ്റ് കാണുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സീനിനെ കുറിച്ച് പറയുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിയാതെ നമ്മൾ അതിലേക്ക് വരും. നല്ലതെന്ന് പറഞ്ഞാൽ അത് കുറേ കൂടെ അത് നമുക്ക് ആ ഒരു ഇതും കൂടെ എടുക്കാമായിരുന്നു എന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ സുഹൃതം എന്ന് പറഞ്ഞ സിനിമയിൽ ദുർഗ എന്ന കഥാപാത്രം രവിശങ്കറിനോട് ഈ അവസാനം യാത്ര പറഞ്ഞ അവളുടെ വീട്ടിൽ നിന്ന് ഇയാളോട് ഇന്ന് കേൾപ്പിക്കേണ്ട വളരെ കർക്കശമായി പറഞ്ഞിട്ട് അവളുടെ മുറിയിലേക്ക് അവൾ അകത്തേക്ക് കയറിപ്പോകുന്ന സീനുണ്ട്. അത് സ്ക്രിപ്റ്റിലുള്ളത്. അത് എന്നിട്ട് ഇയാളുടെ പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഈ രവിശങ്കറുടെ ഒരു റിയാക്ഷനാണ്. അയാൾ അവിടെ എഴുന്നേറ്റ് നടന്നു പോകുമ്പോൾ അയാളുടെ മനസ്സിൻ്റെ ഒരു വിങ്ങൽ മുഴുവൻ പകർത്താനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ എനിക്ക് അന്ന് മുതൽ അതെടുത്ത് ആ സിനിമ ആദ്യം കണ്ടത് മുതൽ ഇപ്പോഴും തോന്നുന്നത് അകത്ത് പോയി ഈ ദുർഗ അകത്തേക്ക് പോയിട്ട് കഥ കടയ്ക്കുന്ന ഒരു ഷോട്ട് വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നാറ്. ആ കഥ കടയ്ക്കുന്നതിൻ്റെ ഒരു ശബ്ദം ഈ രവിശങ്കറിൻ്റെ നെഞ്ച് പിളർക്കുന്ന ആയിരുന്നെങ്കിൽ അത് ഭയങ്കരമായി എഫക്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും എനിക്ക് അടുത്ത കാലത്ത് സിനിമ കണ്ടപ്പോൾ പണ്ടും എനിക്ക് തോന്നി അതെടുക്കാൻ പറ്റിയില്ല. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞില്ല. അത് വിട്ടു. ആ സിനിമ എന്ന് പറയുന്നത് കഴിഞ്ഞ സിനിമയാണ്. ഹരികുമാറിനെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ലഹരി തരുന്ന, ഒരു സൃഷ്ടാവിന് അനുയോജ്യമായ ഒരു ലഹരി തരുന്ന ജീവിത സന്ദർഭങ്ങൾ എന്താണ്? നല്ല വായനയാണോ, ഏകാന്തതയാണോ, സംഗീതം കേൾക്കലാണോ, അല്ലെങ്കിൽ ഒരു കൃത്രിമമായ ലഹരി നുകരലാണോ? എവിടെയാണ് താങ്കൾ ഉന്മേഷഭരിതനാകുന്നത്? ഞാൻ പ്രധാനമായിട്ടും എനിക്ക് വായന എനിക്കൊരു ഇത് ചെയ്യാറുണ്ട്. പിന്നെ സംഗീതം കേൾക്കുന്നു. മഴ നോക്കിയിരിക്കുന്നത് എനിക്കൊരു ഉൾപ്രേരണ അല്ലെങ്കിൽ എൻ്റെ ഈ ക്രിയേറ്റിവിറ്റിയൊക്കെ അത് മഴ എന്ന് പറയുന്നത് എനിക്കൊരു വല്ലാത്ത ഇതായിട്ടാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃതത്തിലേക്ക് തന്നെ വന്ന സുഹൃത്തിൽ ഒരു തിരക്കഥയില്ലാത്ത തന്നെ ഒരു സീനുണ്ട്. ഒരു രവിശങ്കർ മഴ നോക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. തീർച്ചയായിട്ടും രവിശങ്കറിനെ പോലെ ഒരു കലാകാരൻ മരണം മുഖാമുഖം മുന്നിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് നഷ്ടപ്പെടുന്ന ഈ മഴ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പ്രകൃതി മഴ എന്നൊക്കെ പറയുന്നത്, തീർച്ചയായിട്ടും അയാൾ നോക്കിയിരിക്കും. അങ്ങനെ നോക്കിയിരിക്കുന്ന നന്നായിട്ട് മഴ നനഞ്ഞ ഒരു ബാല്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് മഴയത്ത്. എവിടെയായിരുന്നു ബാല്യം? ഞാനൊരു വളരെ കുഗ്രാമത്തിൽ ജനിച്ച ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല 8 കിലോമീറ്റർ നടന്നു പോയി പുസ്തകം എടുത്ത് വായിച്ച ഒരാളാണ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് കല്ലറപാങ്ങോട് എന്ന് പറയുന്ന അതിൻ്റെയും ഉള്ളിൽ ഉള്ള ഒരു കല്ലറപാങ്ങോട് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. ആ ഒരു ചരിത്രമൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെയും ഉള്ളിൽ തീർത്തും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വൈദ്യുതി വന്നിട്ട് ഒരു 3-4 വർഷമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകാം ഞാൻ പഠിച്ചതൊക്കെ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ മുന്നിലിരുന്ന് ആണ് ഈ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. 3-4 കിലോമീറ്റർ നടന്നാണ് പോയാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രാമം ഇപ്പോഴും അന്യം നിന്ന് പോകാത്തൊരു ഗ്രാമമാണ്. പക്ഷേ ആ ഗ്രാമത്തിൽ അന്യം നിന്ന് പോകാത്ത ഗ്രാമമാണെങ്കിൽ എൻ്റെ ഗ്രാമത്തിൽ ഒരു ധാവണി ചുറ്റിയ ഒരു പെൺകുട്ടിയെ ഇപ്പോഴും കണ്ടെത്താനില്ല. പക്ഷേ ഈ നമ്മുടെ സിനിമയിലൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ ധാവണി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സിനിമ ഒരു മീഡിയമായി ഹരികുമാർ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ എഴുത്തിൻ്റെ വഴിയിൽ ഹരികുമാർ എത്തപ്പെടുമായിരുന്നു പൂർണ്ണമായി. പറയാൻ പറ്റില്ല. നമുക്ക് ജീവിത ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന്. ചിലപ്പോൾ ഞാൻ വെറും ഒരു സാധാ സർക്കാർ ഉദ്യോഗസ്ഥനായി തീർന്നിരുന്നവർ ഞാനത് ആലോചിക്കാറുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് സർക്കാർ സർവീസിൽ ഇപ്പം അങ്ങനെയാണെങ്കിൽ റിട്ടയർ ആകുകയാണ് ഒരു ലൈഫ്. അങ്ങനെ ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. സർക്കാർ സർവീസിനായി റിട്ടയർമെൻറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അടുത്ത കാലത്ത് മഴ നനഞ്ഞിട്ടുണ്ടോ? ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മഴ നനഞ്ഞാൽ പെട്ടെന്ന് പനി പിടിക്കുന്നുള്ള എന്നും ഈ വീട്ടിൽ ഭാര്യയും ഒക്കെ പറഞ്ഞ് പേടിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് രഹസ്യമായിട്ടൊന്ന് നനഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. മഴ നിറഞ്ഞ വഴിയിലൂടെ വീണ്ടും യാത്ര ചെയ്യാനും വലിയ സർഗാത്മകമായ ലഹരിയിൽ വീണ്ടും ഏർപ്പെടാനും അത്തരം ഉന്മേഷങ്ങളിലൂടെ വീണ്ടും പുതിയ വഴിത്താരകളിലൂടെ സിനിമയിലേക്കോ എഴുത്തിലേക്കോ കടന്നു ചെല്ലാനും ഇടയാകട്ടെന്ന് ആശംസിക്കും. നന്ദി. ഈ എബ്രഹാം മാത്യു പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ നടന്നാൽ
നടക്കണം എന്ന് ഞാനും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുക. നന്ദി, നമസ്കാരം.